എല്ലാവരും തൃപ്തരാണെന്നറിയുമ്പോ നമ്മുടെ ശ്രമങ്ങളൊന്നും പാഴാവുന്നില്ലെന്ന് മനസ്സിലാവുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. എങ്കിൽ ശരിയിടോ, ശേഖരൻ കുറെ ഫയലുകളുമായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. എന്താണെന്ന് ചോദിക്കട്ടെ? ഓക്കെ. എന്താ ശേഖര? ചേട്ടാ, ഇതേ നമ്മുടെ മില്ലിലെയും ഫാക്ടറിയിലെയും ഒക്കെ കണക്കുകളാ. അല്ല, ഇതൊക്കെ നീ നന്നായി ക്രോസ് ചെക്ക് ചെയ്തല്ലേ? അതെ. പിന്നെ എന്തിനാ ഞാനും കൂടി ഇനിയിപ്പോ ഇത് നോക്കുന്നേ? ലാഭവും നഷ്ടവും വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാ പോരെ? ലാഭം വല്ലതും ഉണ്ടോ ശേഖര? ഉണ്ട് ചേട്ടാ. ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി തുടങ്ങി. ഗുഡ്. ഇതാണോ നീ ഫാക്ടറി ഇറക്കിയ മെയിന്റനൻസ് സാധനങ്ങളുടെ ലിസ്റ്റ്? അതെ. ഇത്രയും റേറ്റ് താഴ്ത്തി നീ എടുത്തോ? അത് മെയിന്റനൻസ് നടക്കുന്ന മറ്റു 4 ഫാക്ടറിയിലെ ഓണറുമായി സംസാരിച്ച് ഒരുമിച്ചെടുത്തപ്പോ കിട്ടിയ സ്പെഷ്യൽ റേറ്റാ. രാജുവിന്റെ ഐഡിയ ഇത്. അവൻ ഈ ഇലക്ഷൻ തിരക്കിനിടയിലും ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? അതിപ്പോ ചേട്ടനും അങ്ങനെയല്ലേ? ഇലക്ഷന് വരുന്നതെന്നോർത്ത് വല്ല ടെൻഷനും ചേട്ടനുണ്ടോ? ചേട്ടനല്ലേ അവന്റെ ഗുരു. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ അവനും. അമ്മാവന് ഈയിടെ എന്നെ തീരെ മതിപ്പില്ല. ഒരു കാര്യവും എന്നെ ഏൽപ്പിക്കുന്നില്ല. തരം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യും. എല്ലാം ഞാനങ്ങ് സഹിക്കുമ്പോഴേ അമ്മാവന് ഒരുപാട് എന്റെ തലേ കയറല്ലേ. എന്താണ് നീ പറഞ്ഞത്? ചേട്ടന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? താൻ പോടോ ഓടുന്നു. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതാപൻ അമ്മാവനോട് സംസാരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ട് ഉണ്ടാക്കരുതെന്ന്. തലയ്ക്ക് വെളിവില്ലാത്ത 2 അമ്മാവന്മാര്. എന്താണ് പറഞ്ഞേ? ഇടമ്മാവ, മതി നിർത്ത്. നിങ്ങൾ മിണ്ടിപ്പോരുത്. ഞാൻ മര്യാദയ്ക്ക് അവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്നതാ. അപ്പൊ ഇവിടെ മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, പൂർവ്വസ്വത്തിന് നിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിങ്ങളല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? ന്യൂ ജനറേഷൻ വൈബ് എന്താണെന്ന് അറിയാത്ത ഈ ഫൂൾസിന്റെ ഇടയ്ക്ക് നരയിക്കുവാ ഞാൻ. ഇനി എന്റെ നേരെ നിങ്ങളുടെ ശബ്ദം പൊങ്ങിയ മന്ത്രിയാണ് അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്നെ എന്ത് ചെയ്യുന്നോടാ? പറ നീ. ചേട്ടാ, ചേട്ടാ, അയ്യോ രാജു, വിടാൻ, വിടാൻ, വിടാൻ. നീ എന്താടാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്റെ ദൈവമേ, ഞാൻ വായിക്ക് വന്നതൊന്നും വിളിച്ചു പറയാതിരുന്ന നന്നായി. രാജു വാ. ഞാൻ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ രാജുവിന്റെ കയ്യിൽ നിന്നും മണ്ടൻ ശേഖരനമ്മാവന്റെ കയ്യിൽ നിന്നും ഞാൻ ഇടിമേടിച്ച് പിടിച്ചാണ്. ദേഷ്യം കൺട്രോൾ ചെയ്തോണ്ട് രക്ഷപ്പെട്ടു. ഇതെന്താ എല്ലാരും ചിരിച്ചോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും തമാശയാണോ? അതെ, അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. രാജു, ഋതുമോളെവിടെ? ആ കാര്യം വർമ്മ സാറിനോടുകൂടി പറയാനാണ് ഞാൻ വന്നത്. ഋതിക മാഡം ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവാ. കുക്കിംഗ് കോമ്പറ്റീഷനിലോ? അങ്ങോട്ട് നോക്കും മണ്ടന്മാരെ.
ഇവിടെ നോക്കിയോ പെട്ടെന്നോട്ടെ. ദൈവമേ, ഞാൻ കാറിൽ വെച്ച് 25 ലക്ഷം രൂപ എവിടെ പോയി? സാർ ഇവിടെ ഒന്നുമില്ല സാർ. ഓക്കെ. കാറിനകത്ത് കാശില്ലെന്ന് മനസ്സിലായല്ലോ സാറേ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാറ് കസ്റ്റഡിയിലെടുത്ത് ഒളിച്ചു നോക്കി പരിശോധിക്കാം കേട്ടോ. പക്ഷേ കാർ ഇതേ കണ്ടീഷനിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു കിട്ടണം. വീടിനകത്ത് സെർച്ച് ചെയ്യണം. അതിനുള്ള പെർമിഷൻ ഉണ്ടോ? ഐ എം റിയലി സോറി സർ. 25 ലക്ഷം ക്യാഷായി ഇന്ന് കാറിൽ വെച്ച് കടത്താൻ ശ്രമിക്കാൻ പോവുകയായിരുന്നു എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ. അതും ഈ പർട്ടിക്കുലർ കാറിൽ. കൊള്ളാം. കാർ കൊണ്ടുപോകുന്നുണ്ടോ? വേണ്ട സർ, അതിന്റെ ആവശ്യമില്ല. ആരാണ് ഈ ഫേക്ക് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്ന് സാറിന്റെ വിലപ്പെട്ട സമയം പാഴാക്കി ഞങ്ങളെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചതെന്ന് ഉടനെ തന്നെ കണ്ടുപിടിച്ച് അവനെ സാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടുതരും.